ആ ഗുരുത്വം കേട്ടവൻ ഒന്ന് കാലെടുത്ത് വെച്ചിട്ട് കറണ്ട് പോയി. തോമിച്ചായോ, മോങ്ങാനിരിക്കുന്ന പശുവിന്റെ വാലയിൽ മാങ്ങ വീണെന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ കറണ്ടിന്റെ കഥ. KCBക്കാർ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. കൃത്യസമയത്ത് ഞാൻ വന്ന് കയറി കൊടുത്തത് എന്റെ ഐശ്വര്യക്കേടാ. ഹോ, മുടിഞ്ഞോമാർ ഇങ്ങനെ മുടിഞ്ഞൊരു കേരളം. കേരളം നീ അത്രക്കങ്ങ് മടുത്തോടാ ബാബച്ച. മടുത്തനെ തോന്നിച്ചാ മടുത്തു. സത്യം പറഞ്ഞാലേ ഉള്ളതെല്ലാം വിറ്റ് പെറുക്കിയിട്ട് വല്ല അമേരിക്കയിലേക്കോ ലണ്ടനിലേക്കോ പോയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. നീ അത്ര കടുപ്പിച്ചൊരു തീരുമാനം എടുക്കല്ലേ ബാബച്ച? അല്ലേ, എങ്ങനെ കടുപ്പിച്ചൊരു തീരുമാനം എടുക്കാതിരിക്കും? ഡെയിലിയുള്ള കരണ്ട് പോക്ക് അത് പിന്നെ മലയാളിക്ക് ശീലമായി കരുതാം. ഈ നാട്ടിലെ വില നിലവാരവും ഒരു സാധനത്തിന്റെ വില മേലോട്ട് പോയാ പിന്നെ താഴോട്ട് വരികയല്ല. ഒരു പവൻ സ്വർണം മേടിക്കണമെങ്കിലേ ഈ നാട്ടിൽ 1 സെന്റ് ഭൂമി വിൽക്കണമെന്ന അവസ്ഥ. പിന്നെ പെട്രോളിന് എന്താ വില? എങ്ങനെ പാവപ്പെട്ടവന്മാർ ഒരു ടൊയോട്ട കാർ മേടിക്കും? അച്ചായം പറ. അതുകൊണ്ടാണ് ഈ ന്യൂ ജനറേഷൻ പിള്ളേരെ ഓസ്ട്രേലിയയിലേക്കും കനഡയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മടുത്ത അച്ചായ, എനിക്ക് ഈ കേരളം മടുത്തു. എനിക്ക് മടുത്തടാ. സത്യം പറ, അച്ചായൻ മടുത്തു. ഓ എന്റെ കർത്താവേ, എനിക്ക് ഇത് കേട്ടാ മതി. അച്ചായ, ഈ വസ്തുവകളെല്ലാം വിറ്റുപെറുക്കി അച്ചായൻ സ്വിറ്റ്സർലാൻഡിലേക്ക് മകന്റെ അടുത്തേക്ക് രക്ഷപ്പെട്ടോ? അതാ അച്ചായന് നല്ലത്. സ്വിറ്റ്സർലാൻഡിലെ ശുദ്ധവായുവിലാവട്ടെ അച്ചായന്റെ അന്ത്യം. പിന്നെ 7:30 അതിവിടെ തന്നെ നടത്തണം. അതിനുള്ള പണം അച്ചായൻ ഈ പാപ്പിയെ ഏൽപ്പിച്ചാൽ മതി. പാപ്പി അത് 3 സ്റ്റാർ കാറ്ററിംഗുകാരെ കൊണ്ട് ഈ നാട്ടിൽ ആഘോഷമായിട്ട് അത് നടത്തിക്കോളാം. പാപ്പച്ച, നീ എന്റെ 30 വരെ നടത്തിയല്ലേ? അല്ല, വേണമെങ്കിൽ ഈ പാപ്പി ആണ്ടിന്റെ ഏർപ്പാട് കൂടി ചെയ്യാം. നിന്റെ ആണ്ടും കൂടി കുരിശും മത്സരിച്ച് ഞാൻ ഈ മണ്ണിന്ന് പോകുള്ളൂ. അല്ല, അപ്പൊ കേരളം മടുത്തു പറഞ്ഞത്? നിന്റെ സംസാരം മടുത്തുന്നാ പറഞ്ഞേ. എടാ, കേരളം മടുക്കാനോ? കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാ. എന്റെ അപ്പന്റെ കൂടെ ഞാൻ ഇവിടെ വന്ന ഈ 50 സെന്റ് സ്ഥലം വാങ്ങിച്ചത് നിന്റെ അപ്പനാ. ബ്രോക്കർ ഉദ്യോഗിച്ച് നല്ല മനുഷ്യനായിരുന്നു, സത്യസന്ധനായിരുന്നു, അധ്വാനിയായിരുന്നു. എന്നാ പറയാനാ, നല്ല വീട്ടിൽ നായം ജനിക്കുമല്ലോ. ഓ അത് ശരി, എനിക്കിട്ട് താങ്ങിയതാണ്. അത് തന്നെ. കാലങ്ങളായുള്ള കഠിനാധ്വാനം, ഓരോ തുണ്ടും കൂട്ടിച്ചേർത്ത് ഇപ്പൊ 16 ഏക്കറും മിച്ചവും. ഇതുവരെ പ്രകൃതി വിചാരിച്ചിട്ടില്ല ദൈവവും. പിന്നെ ഒരു മോനുള്ളതെന്ന് സ്വിറ്റ്സർലാൻഡില് പോയപ്പോ പറഞ്ഞു, അപ്പച്ചാ കൂടി അവർ 5 കൊല്ലം, അത് കഴിഞ്ഞ് ഞാനിങ്ങ് തിരിച്ചു വരും. എന്നിട്ടോ അവൻ അവിടെ ഒരു മലയാളി നേഴ്സിനെ കെട്ടി അവിടെ അങ്ങ് കൂടി. ഈ കാണുന്ന വലിയൊരു പുരയിടോ ഒരു ബംഗ്ലാവും പണിത് അപ്പൻ അതിൽ അങ്ങ് നടയിരുത്തി. അല്ലേ? എടാ, ഓരോരുത്തരും ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ശരിയാ. അച്ചായന്റെ മകൻ ബേബിച്ച് അവൻ കമ്പ്യൂട്ടറും പഠിച്ച് സ്വിറ്റ്സർലാൻഡിൽ പോയി ഒരു നല്ല മലയാളി നഴ്സിനെയും കെട്ടി കോടീശ്വരനായിട്ട് അങ്ങ് പരസ്യം. അവന്റെ കൂടെ പഠിച്ച് ഈ പാപ്പിച്ച് കുട്ടിക്കാലത്ത് തോട്ടപ്പണിക്ക് വന്ന അണ്ണാച്ചി പെണ്ണിനെയും കെട്ടി ഏന്തി വലിഞ്ഞ് അങ്ങ് കഴിയുന്നു. കർത്താവിന്റെ ഓരോ വിവേചനങ്ങൾ. കാർന്നോമാര് പഠിക്കാൻ വിടുമ്പം ആ പണി ചെയ്യണം, അല്ലാതെ വല്ല കശുമാവേലും കയറി നടന്ന അങ്ങനെ ഇരിക്കും. ഇത് ദൈവം തരുന്ന ഒരു പണിയാണ്. ആ പണി അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ വന്ന കാര്യം പറയാം. പറയടാ. എന്റെ കയ്യിൽ ഒരു നല്ല പാർട്ടി വന്നുപെട്ടിട്ടുണ്ട്. നല്ല നാപ്പ് പാർട്ടി. എന്ന് പറഞ്ഞാൽ നല്ല കൂട്ട കാശുള്ള പാർട്ടി. എല്ലാം ഞാൻ തുറന്നു പറയാം. തൊമ്മിച്ചായന്റെ ഈ 16 ഏക്കർ സ്ഥലവും ഈ വീടും വാങ്ങാൻ നല്ലൊരു പാർട്ടി വന്നിരിക്കുന്നു. അതും നല്ല വിലക്ക്. മുല്ലപ്പെരിയാർ പൊട്ടുന്ന് പറഞ്ഞിട്ടേ ഈ നാട്ടുകാരൊക്കെ കിട്ടുന്ന വിലക്ക് പറമ്പും വീടും വിറ്റ് നിലം കാലിയാക്കുക. നമുക്കങ്ങനെ ചുളുവിലക്കൊന്നും നിൽക്കണ്ട. അങ്ങനെ തൊമ്മിച്ചായൻ ഒരുത്തനും പറ്റിക്കാൻ ഞാൻ സമ്മതിക്കുകയല്ല. തൊമ്മിച്ചായനൊരു നല്ല വില അത് ഞാൻ വാങ്ങിത്തരും. അപ്പോ വിറ്റിട്ടെന്താ? പിന്നെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അച്ചായൻ മകന്റെ കൂടെ സ്വിറ്റ്സർലാൻഡിലേക്ക് പറഞ്ഞു. പ്രകൃതി സുന്ദരമായ സ്വിറ്റ്സർലാൻഡിൽ പവർ കട്ടില്ലാത്ത, പാർട്ടിക്കാരുടെ പടവെട്ടില്ലാത്ത, സമരമില്ലാത്ത, ബന്ധില്ലാത്ത സ്വിറ്റ്സർലാൻഡിൽ അച്ചായൻ സുഖിച്ച് 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 അങ്ങനെ അന്ധവിശ്വാസം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, 7 ആണ്ടും 30 അതെല്ലാം ഞാൻ ഏർപ്പാടാക്കും. നിർത്തടാ. എന്നെ ഞാനാക്കി ഈ മണ്ണ് ഞാൻ വിൽക്കണമല്ലേ?
മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പേടിച്ച് ഈ മണ്ണിൽ നിന്ന് ഒളിച്ചോടാൻ തുമ്പി തയ്യാറല്ല. അച്ചായൻ കടുപ്പിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ അച്ചായൻ മോനോടും മരുമോളോടും പേരക്കുട്ടിയോടും ഒക്കെ ഒന്ന് ആലോചിക്കേ. എനിക്ക് ആരോടും ആലോചിക്കാനില്ല. എന്ന് പറഞ്ഞ എങ്ങനാ അച്ചായ? മരിക്കാൻ മനോഹരമായ ഒരു സ്ഥലമുള്ളപ്പോ ഈ മലമ്പ്രദേശത്ത് കിടന്ന് മലവെള്ളം കുടിച്ച് വൃത്തികേടായിട്ട് മരിക്കണോ? പാപ്പച്ച, നിന്റെ അപ്പനോടുള്ള സ്നേഹം കൊണ്ടാ നിന്നെ ഇതുവരെ ഞാൻ അടിക്കാത്തത്. ഇറങ്ങി പോടാ. പറഞ്ഞ പോലെ ഞാൻ പോവില്ല. അനാവശ്യമായിട്ടില്ല. അല്ലേ മക്കളെ, വേവിച്ച നീ എന്നാടാ വരുന്നേ? ലീവ് കിട്ടിയില്ലെന്നോ? ഓ, 2 മാസം കഴിഞ്ഞോ? പിന്നെ എല്ലാവർക്കും സുഖം തന്നെ അല്ലടാ മക്കളെ? ആയിക്കോട്ടെ, ശരി. മക്കളെ, ബേബിച്ച, നീ വരുന്നു പറഞ്ഞിട്ടിപ്പം 2.5 മാസം 3 മാസം ആയാലോടാ. അവക്ക് ലീവ് കിട്ടിയില്ലേ? ഓ, ഇനി എപ്പോഴാ? 3 മാസം ഇനിയും കഴിയണോ? 3 മാസം എങ്കിൽ 3 മാസം. നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ ഈ വയസ്സിന് പുതിയതാകണ. എല്ലാരോടും അപ്പച്ചന്റെ അന്വേഷണം പറ. അച്ചായോ, അച്ചായത് എന്നാ പറ്റി? മൊത്തത്തിലൊരു പന്തികേട്. ഓ, ഒന്നുമില്ലടാ. അതല്ല. അല്ല, നമ്മുടെ ബെന്നിച്ചനും കുടുംബമൊക്കെ സ്വിറ്റ്സർലാൻഡിൽ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് എന്തായി? ആർക്കറിയാം എന്തൊക്കെ പ്ലാനുകളായിരുന്നു. എന്നിട്ട് എന്നാ പറ്റി? ഒന്നും അറിയില്ലടാ പാപ്പച്ച. അല്ല, അവരൊക്കെ വിളിച്ച് വന്നു. ഓ, വിളിക്കുമ്പോ മുക്കി മൂളി ഏതാണ്ടൊക്കെ പറയും, ഫോണും കെട്ടി. അതിലെന്തോ പന്തികളുണ്ടല്ലോ. അതേടാ പാപ്പച്ച, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഓനും കൂടി അവിടെ തന്നെ ഒന്ന് ജോലിയായപ്പോ ഈ അപ്പച്ചനെയും മണ്ണിനെയും ഒക്കെ മറന്നു കാണും. ഇനി എല്ലാവർക്കും കൂടി അവിടെ തന്നെ കൂടാനായിരിക്കും തീരുമാനം. അതിനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഒരു കാര്യം പറയാനാ നിന്നെ ഞാൻ വിളിപ്പിച്ചത്. ഒരാഴ്ച കൂടി തൊമ്പി കാത്തു. എന്നിട്ടും അവരിങ്ങ് വന്നില്ലെങ്കിൽ നീ പറഞ്ഞില്ലേ ആ പാർട്ടിയെ, അവരെ ഇങ്ങ് വിളിച്ചോണ്ട് പോവാ. നീ സംശയിക്കണ്ട. നീ പറഞ്ഞതുപോലെ ഞാൻ മൂള. ഈ വീടും പറമ്പും വിൽക്കാൻ ഞാൻ സമ്മതം മൂള. എല്ലാം വിറ്റുപെറുക്കി സ്വിറ്റ്സർലൻഡിലേക്കല്ല, ഏതെങ്കിലും അഗതി മന്ദിരത്തിലേക്ക്. മക്കൾ ഉപേക്ഷിച്ചു പോയ മാതാപിതാക്കൾ താമസിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അതിലേതെങ്കിലും ഒന്നിൽ വയസ്സുകാലത്ത് സന്തോഷവും സങ്കടവും പങ്കിടാൻ കുറെ കൂട്ടുകാരൻ, ഒരേ തൂവൽ പക്ഷികൾ.
രസമല്ലേടാ പാപ്പച്ച. അവസാനം തൊമ്മിക്ക് വിധിച്ചതും അത് തന്നെയായിരിക്കും. കർത്താവേ, ഞാനതിന് സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. അച്ചായൻ പറഞ്ഞ പോലെ ഞാൻ ആ പാർട്ടിയെ വിളിച്ചൊന്നുമില്ല. തൊമ്മിച്ചായൻ അങ്ങനെ അഗതി മന്ദിരത്തിൽ ഒന്നും കിടക്കേണ്ട ആളല്ലാന്നേ. ഈ തങ്കപ്പെട്ട മനസ്സിലുണ്ടല്ലോ, കർത്താവ് തമ്പുരാൻ അങ്ങനെ കൈവിടത്തൊന്നുമില്ല. പിന്നെ ഈ വസ്തു മുരുടം വിറ്റ് കിട്ടുന്ന കമ്മീഷൻ ഈ പാർട്ടിക്ക് വേണ്ട. പോട്ടെ പുല്ല് അല്ലേ തൊമ്മിച്ച? തൊമ്മിച്ച 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 കർത്താവ് ചതിച്ചോ? തൊമ്മിച്ച തൊമ്മിച്ച തമ്പുരാനെ ചതിച്ചല്ലോ കർത്താവ്. തൊമ്മിച്ച തൊമ്മിച്ച